ഭാഗമായി സ്വന്തം ജീവനെ തന്നതിനാ ഞാൻ സങ്കേതമായി എന്റെ കൂടെയുണ്ട് അവൻ മാത്രമൻ നല്ലിടയൻ തിരുക്കരങ്ങളാൽ അനുദിനം നടത്തുകയാ കൃപയാ കൃപയാ ദൈവകൃപയാ ഞാൻ ജീവിക്കുന്നു കൃപയാ കൃപയാ ദൈവകൃപയാ ഞാൻ ജീവിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തെ ഈ പ്രഭാത ജനകം കൃപയൊരുക്കിയ ദൈവത്തിന്റെ അധികാരം ശ്രമിക്കുകയാണ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം സഹിക്കാനുള്ള വിഷയത്തെ ആസ്പദമാക്കുകയാണ്. ദൈവസ്തോത്രം ചിന്തയ്ക്കാധാരമായ വേദവാക്യം 2 പ്രത്യേക പുസ്തകം 4-ാം അധ്യായം 14-17 വാക്യങ്ങൾ പ്രകാരമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു, എങ്കിലും ഞങ്ങളുടെ അകമയുള്ള മനുഷ്യൻ അല്ലെങ്കിൽ അകമയുള്ളവൻ മാത്രമാണ് പൗലോസ് തന്റെ സുവിശേഷ വേലയും തന്റെ പ്രത്യാശയുടെ ജീവിതത്തെ കുറിച്ച് അദ്ദേഹം നൽകുന്ന സാക്ഷ്യം. പുറമെയുള്ളതായ മനുഷ്യൻ അത് ക്ഷയിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഉള്ളിലുള്ളതായ മനുഷ്യൻ പുതുക്കം പ്രാപിച്ച് പരിശുദ്ധാത്മാവിനാൽ ബലം പ്രാപിച്ചിട്ടുള്ളതായ പ്രവൃത്തിയെക്കുറിച്ചാണ് ഇവിടെ സാക്ഷ്യം. അമേരിക്കൻ ഐക്യനാടുകളിൽ ഏറ്റവും കഠിനമായ ഒരു വിനോദമാണ് ബൈക്ക് റേസിംഗ്. പ്രത്യേകിച്ച് ഇത് അമേരിക്ക, പസഫിക് അതോടൊപ്പമുള്ളതായ ഭൂഖണ്ഡത്തിൽ ഏകദേശം 3000 കിലോമീറ്ററോളം ദൈർഘ്യമുള്ളതായ ഒരു വിനോദമാണ് റേസ് അക്രോസ് ദി മൗണ്ടൻസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ. അതില് പങ്കെടുക്കുവാൻ താല്പര്യമുള്ളതായ വ്യക്തികൾ അത് സോളോ ആയിട്ട്, അതായത് ഇൻഡിവിജ്വലായിട്ട് പങ്കെടുക്കാം, 2-3 സംഘമായിട്ട് പങ്കെടുക്കാം, ഇല്ലെങ്കിൽ 8 പേരടങ്ങുന്നതായ ഒരു ഗ്രൂപ്പ് അവർക്ക് പങ്കെടുക്കാം. ഏകദേശം 20 മണിക്കൂറോളം ഒരു ദിവസം എന്ത് ചെയ്യണം, അവര് ബൈക്ക് ഓടിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ കടന്നുപോയ സമയത്ത് അവർക്ക് നിരവധി ഉറങ്ങാൻ വളരെ ചുരുക്കം നിമിഷങ്ങൾ മാത്രമാണ് ഇതിൽ സമീപിക്കുന്നത്. കാരണം ഇത് പൂർത്തിയാക്കേണ്ടതായ ഒരു സമയഘടന 12 ദിവസങ്ങളാണ് ഇവർ ഈ 3000 കിലോമീറ്റർ അമേരിക്കയിൽ ആരംഭിച്ച് പസഫിക് വഴിയായി അറ്റ്ലാന്റിക് പ്രവിശ്യയില് നടന്നതായ ഈ ബൈക്ക് റേസിംഗ് പൂർത്തിയാക്കാനുള്ള 12 ദിവസം കൊണ്ട് ഇവർ പൂർത്തിയാക്കേണ്ടതിനായി കഠിനമായ പരിശ്രമവും അതോടൊപ്പം വളരെ തുച്ഛമായ വിഷയങ്ങളാണ് ഉറങ്ങാനുള്ള സാധ്യമാകുന്നത്. അപ്പോൾ ഉറങ്ങാതെ ആ ലക്ഷ്യസ്ഥാനത്തുള്ള അവര് ക്ഷീണം ലഭിക്കുന്നു. അതായത് ദൈവത്തിന്റെ വചനം പ്രകാരം സാക്ഷ്യപ്പെടുന്ന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. 2 കൊരിന്ത്യർ പുസ്തകം 4-ാം അധ്യായം 8-9 വാക്യം വായിക്കുന്നത് പറയുന്ന സ്വർഗീയ യാത്രയിൽ, സ്വർഗത്തിലേക്കുള്ളതായ യാത്രയിലേക്ക് നിൽക്കുന്നതായ വ്യക്തി അനുദിനവും പലവിധമായ പരീക്ഷണങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കഷ്ടങ്ങളിലൂടെയും ശാരീരികമായ ബുദ്ധിമുട്ടിലൂടെയും ഒക്കെയും കടന്നു പോകേണ്ടതായിരിക്കുന്ന ഒരു വചനം അങ്ങനെ ഇപ്രകാരം വായിക്കുകയാണ്. ഞങ്ങള് സകലം എന്തെങ്കിലും കഷ്ടം സഹിക്കണം, എങ്കിലും ഇരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവങ്ങളെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീട് കിടക്കുന്നവരെങ്കിലും നശിക്കപ്പെടുന്നില്ല എന്ന പ്രത്യാശയോടെ പൗലോസിന്റെ സാക്ഷ്യം. പൗലോസ് ഈ ഒരു യാത്രയെക്കുറിച്ച്, സ്വർഗീയ യാത്രയെക്കുറിച്ച് അദ്ദേഹം നൽകുവാൻ വായനക്കാരെ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കുന്നവരെ പ്രത്യാശയോടെ എല്ലാവരും കൈവരിക്കുക എന്നുള്ളത് അദ്ദേഹം നമ്മെ നയിക്കുന്നത്. ആകെയാ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുനിൽക്കുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ ചെയ്യുന്നതായ സകല ഭാരവും ഉപേക്ഷിച്ചുകൊണ്ട് മുന്നിൽ ചെയ്യുന്നതായ സ്ഥിരതയോടെ വിശ്വാസമായ ബോധ്യവെക്കുന്നതാണ് യേശുവിനെ നൽകി ആ വിശ്വാസത്തോടെ തന്റെ മുന്നിൽ വെച്ചിരിക്കുന്നതായ സന്തോഷം കൊണ്ട് അവൻ അവമാനം അലക്ഷ്യമാക്കി ക്രൂശ് സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. സ്വർഗീയ വ്യക്തികളായ ഒരു വ്യക്തി, സ്വർഗീയ യാത്രക്കാരനായ ഒരു വ്യക്തി അവന്റെ യാത്രയിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടതായി.
പക്ഷേ അവന്റെ മുൻപിലുള്ളതായ ലക്ഷ്യം സ്വർഗീയ യാത്ര എത്തുന്നത് അവൻ നേരിടമായ പ്രശ്നങ്ങളെ കുറിച്ചും പ്രയാസങ്ങളെ കുറിച്ചും തെല്ലും വേദനയോ നിരാശയോ ചെയ്യേണ്ടതിന്റെ ആവശ്യമില്ല എന്ന പൗലോസ് പറയാം. ഇങ്ങനെയും പ്രിയമുള്ളവരെ, സ്വർഗത്തിന്റെ മഹത്വം ഒരിക്കലും ഒരു തെറ്റില്ല എന്ന ഇവിടെ യേശു പറയുകയാണ്. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകുന്നുണ്ട്. നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കും. നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങൾക്കും ഒരു പ്രതിഫലമുണ്ട് എന്ന് കരുതുകൊണ്ട് നിങ്ങൾ സന്തോഷമുള്ളവരായിരിക്കും ശ്രമിക്കുക. നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ അവർ ഉപദ്രവിച്ചല്ലോ എന്നാണ് ശ്രമിക്കുന്നത്. ക്രിസ്തുവിന്റെ വചനം സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്നതായ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും കഷ്ടങ്ങളും പ്രയാസങ്ങളും എണ്ണകളും കൃഷികളും ഗൗരവങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങൾ നിറഞ്ഞായ ജീവിതത്തെ കുറിച്ച് പറയുകയാണ്. നിങ്ങളുടെ മുന്നിൽ ജീവിച്ച് കടന്നുപോയതായ പ്രവാചകന്മാർക്കും ഇതേപോലെയുള്ളതായ ഉപദ്രവങ്ങളുണ്ടായിട്ടുണ്ടല്ലോ. മോശയെ കുറിച്ച് ഇപ്രകാരം സാക്ഷ്യപ്പെടുന്ന ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ മോശ ഇഷ്ടപ്പെട്ടില്ല. ക്രിസ്തുവിന്റെ ഇസ്രായേലിന്റെ നിഷേധത്തെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനാവിനെക്കൊണ്ട് ക്രിസ്തുവിന്റെ സാക്ഷിയായി മോശ നിലവിലെയും ഇവിടെ ചോദിക്കാൻ ഗ്രഹണിക്കുന്നവരെ ഈ ഭൂമികളായ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നത് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി വിശ്വാസങ്ങളായ ഓർമ്മ വരുന്നതാണ് യേശുവിനെ നോക്കി ഈ കടലേക്ക് ഒഴിക്കപ്പെടട്ടെ നാം പ്രാർത്ഥിക്കുക. സ്നേഹമായ ഈ വിശ്വാസ ജീവിതയാത്രയിലൂടെ നിരവധി അനവധി പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ അവസാനം ലഭിക്കാൻ പോകുന്ന സ്വർഗീയ ഇതിനെക്കുറിച്ച് കഷ്ടങ്ങൾ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്തെ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പോകുന്നു. ദൈവത്തിന്റെ സകല നന്മകളും നൽകി ദൈവരെ അനുഗ്രഹിക്കാൻ യേശുക്രിസ്തുവിന്റെ വലിയായി താഴ്മയോട് നമ്മൾ അപേക്ഷിക്കുന്ന അവരുടെ മഹാബലവും